ഹലോ, ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവർക്കും നല്ല സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടായുള്ള ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ പെറ്റ്സിനെ നമ്മുടെ പുതിയ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇവനാണ് രാജ. ദേ ഇവിടെ താഴെ ഒരാൾ കിടക്കുന്ന കണ്ടോ, അവനാണ് നമ്മുടെ ബ്രൂണോ. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ പ്രിയ പെറ്റ്സ് കേട്ടോ. ഇവൻ രാജ, ഇവന് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് 3 ദിവസം പ്രായമുള്ള സമയത്താണ്. നമ്മുടെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ് ഇവനെ. അപ്പോൾ ഇവനിപ്പോൾ 8 വയസ്സ് കഴിഞ്ഞു കേട്ടോ. 8 വയസ്സ് കഴിഞ്ഞു നമ്മുടെ രാജയ്ക്ക്. രാജ ആള് ഭയങ്കര കുറുമ്പനാണ്. ദേ ആ കൂട്ടിൽ അവിടെ ഇരുന്നാലും ദേ അവിടെ കാണുന്ന ഗേറ്റിന് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അവന് വാച്ച് ചെയ്യും. ആര് വന്നാലും അവൻ ശബ്ദം ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കി നമ്മളെ അറിയിക്കും. ഇവൻ്റെ കൂട് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ കിച്ചൻ്റെ സൈഡ് ഭാഗത്തായിട്ടാണ്, പുറത്തേക്കായിട്ടാണ് കൂട് വെച്ചിരിക്കുന്നത്. കാരണം ഇവനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യണത്, കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യണത് ഇവന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ കുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവന് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കേട്ടോ അപ്പോൾ ഇവൻ സൗണ്ട് ഉണ്ടാക്കും. ഇതേ കാണുന്ന ഒരു ഗ്രില്ലില്ലേ, ആ ഗ്രില്ലിനുള്ളിലൂടെയാണ് ഉള്ളിലേക്ക് നോക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പം സൗണ്ട് ഉണ്ടാക്കും. അപ്പം ഞാനത് അവന് ഇഷ്ടപ്പെട്ടത് അവന് കൊടുക്കുകയും ചെയ്യും. അവന് സീഡിനേക്കാളൊക്കെ താല്പര്യം അവന് ഫ്രൂട്ട്സ് അധികം ഇല്ല. ഫ്രൂട്ട്സിനേക്കാളും സീഡിനേക്കാളൊക്കെ ഇഷ്ടം അവന് നോൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. ചിക്കൻ ജീവനാണ് കേട്ടോ. ചിക്കൻ കാലൊക്കെ ഉണ്ടല്ലോ, അവൻ കടിച്ചു പറിക്കും. അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ. ഇതേ കിടക്കുന്ന ബ്രൂണോനെ കുറിച്ച് പറയുവാണെങ്കിൽ ബ്രൂണോനെ നമുക്ക് കിട്ടുന്നത്, ബ്രൂണോൻ്റെ അമ്മ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. നമ്മുടെ ഹസ്ബൻഡിന് ജിം മാസ്റ്ററാണ്. ആളുടെ ഹെൽത്ത് ക്ലബിന് താഴെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിലാണ് ബ്രൂണോൻ്റെ അമ്മ പ്രസവിക്കുന്നത്. 2 കുട്ടികളായിരുന്നു. പ്രസവിച്ച ആ ഒരു മൊമെൻറ്റിൽ തന്നെ അമ്മ മരണപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്കാൻ്റെ ജിമ്മിലെ സ്റ്റുഡൻസ് വന്നിട്ട് ഇക്കാനോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ താഴെ 2 പട്ടിക്കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നേരെ കേട്ട പാടെ പുള്ളി അങ്ങോട്ട് പോയി. കാരണം മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ് പുള്ളിക്ക്. അവിടെ പോയപ്പോൾ നമ്മുടെ ബ്രൂണോ ഉണ്ട്, വേറെ ഒരു കുഞ്ഞുണ്ട്. കണ്ടപാടെ ഇക്കാൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആള് ഒരു കുഞ്ഞിനെ എടുത്തു, ബ്രൂണോനെ എടുത്തു. ദേ ഈ കാണുന്നതാണ് നമ്മുടെ ബ്രൂണോൻ്റെ കൂട്. പക്ഷേ പുള്ളിക്കാരന് ആ കൂട്ടി കിടക്കാൻ തീരെ താല്പര്യമില്ല. എന്താന്ന് വെച്ചാൽ അവിടെ കിടന്നാൽ നമ്മളോട് കുറച്ച് ദൂരം ഇവന് തോന്നും. അപ്പോൾ അവൻ ഇവിടെ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് നമ്മുടെ രാജയുടെ കൂടില്ലേ, ആ രാജയുടെ കൂടിന് താഴെ വന്ന് കിടക്കണം. അതാണ് ഇവന് ഇഷ്ടം. അങ്ങനെ ആകുമ്പോൾ എന്നെയും കാണാം, എല്ലാവരെയും കാണാം, രാജേനെയും കാണാം, എല്ലാവരെയും ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കാമല്ലോ. അപ്പോൾ ഇവിടെ കിടക്കണതാണ്. ഇവിടെ നിന്നെങ്ങാനും എപ്പോഴെങ്കിലും കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മ നഴ്സറി കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു അവസ്ഥയാണ് കേട്ടോ. ഭയങ്കര കരച്ചിലായിരിക്കും. ഈ കിടക്കുന്നൊന്നും നോക്കണ്ട, ഇവന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തു പോയി വന്നാലുണ്ടല്ലോ, ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. ഇദ്ദേഹം മോശക്കാരനല്ല. ഇദ്ദേഹം ആരാളെന്നറിയോ? ഇവിടുത്തെ അമ്മൂമ്മയാണ്. അപ്പൂപ്പനല്ല, അമ്മൂമ്മ. ആൺതത്തെയാണ്, പക്ഷെ ഞാൻ അമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇവൻ ഭയങ്കര പ്രശ്നക്കാരനെന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നക്കാരനാണ്. നമ്മളെങ്ങാനും ഇവനോട് പറയാണ്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്, നമ്മളെ തിരിച്ചു വിളിക്കും. പേരെടുത്ത് തിരിച്ച് വിളിച്ച് നമ്മൾ ഇവനെ കൊഞ്ചിച്ച് യാത്ര പറഞ്ഞു പോകണം. അല്ലെങ്കിൽ ഭയങ്കര വിഷമം ആൾക്ക്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്നേഹമാണ് എല്ലാവരോടും. നമ്മുടെ ഈ ബ്രൂണോനെ രാജേനെ എൻ്റെ മക്കൾക്ക് 3 പേർക്കും ജീവനാണ് കേട്ടോ. 2 മക്കളും ജോലി സ്ഥലത്താണ്. അപ്പോൾ അവരവിടെ നിന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നേക്കാളും മുന്നേ അവർ ചോദിക്കുന്ന വിശേഷം ബ്രൂണോനെ രാജേനെയും കുറിച്ചായിരിക്കും. അപ്പോൾ ഈ 2 പേരും ബ്രൂണോയും രാജയും ഭയങ്കര വാച്ചിങ് ആണ്. നമ്മളെ വീടിനെ നന്നായി വാച്ച് ചെയ്യുവർ. എന്തെങ്കിലും ഇഴജന്തുക്കളെയോ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി നമ്മളെ അറിയിക്കും. അതിപ്പോൾ രാജയാണെങ്കിലും ബ്രൂണോ ആയെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ 2 പെറ്റ്സ് ഉണ്ടല്ലോ, നമ്മളോട് അത്രയും സ്നേഹവും ഭയങ്കരമായിട്ട് വീട് വാച്ച് ചെയ്യുന്ന പെറ്റ്സാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ പെറ്റ്സിനൊക്കെ ഈ ഡോഗിനൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് എങ്ങനെയോ വലിച്ചെറിയുന്നു. അതെല്ലാം കാണുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിൻ്റെ വല്ലാത്ത വിഷമമാണ്. എങ്ങനെയാണല്ലേ ആൾക്കാരിങ്ങനെ മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്കും കൂടെ കാണിക്കാൻ വിചാരിച്ചിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൂണോ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂണോക്ക് അവിടെ ഫ്രണ്ടിൽ ഒരു ഗേറ്റ് കാണുന്നില്ലേ, ഇത് നമ്മുടെ ബാക്ക് സൈഡിലെ ഗേറ്റാണ് കേട്ടോ. ഇവിടെ ആര് വന്നാലും ഇവൻ സൗണ്ട് ഉണ്ടാക്കും. മാത്രമല്ല ഈ പരിസരം മൊത്തം ഇവൻ വീക്ഷിക്കും. എന്തൊരു അനക്കുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഇവന് നമ്മളെ അറിയിക്കും, കുറച്ചുകൊണ്ട് അറിയിക്കും കേട്ടോ. പുള്ളിക്ക് പക്ഷേ ഈ ഒരു സ്ഥലത്ത് കിടക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ കിടന്നാൽ നമ്മളെല്ലാവരെയും കാണാമല്ലോ, അതാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല സ്നേഹമുള്ള ഡോഗാണ്. മാത്രമല്ല നല്ല വാച്ചിങ് കൂടിയാണ് ആൾ. ഇപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു 9 വയസ്സൊക്കെ ആയി.
എന്തായാലും നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക്